കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഒന്നും കൂട്ടി നമ്മൾ പട്ടാമ്പിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മാൾ ഓഫ് ഗരുഡയിലാണുള്ളത്. ഇത് ഗരുഡ മാളിൻ്റെ ഒരു ടൂറല്ല, ഇവിടുത്തെ നെസ്റ്റോ ഈസിന്ന് ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇത്തിരി ബീഫ് അങ്ങോട്ട് പട്ടച്ചാലോ? ബോൺലെസ് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഒരു 800 ഗ്രാം ബോൺലെസ് ബീഫാണ് വാങ്ങി. ഇനിയിപ്പോൾ ആ ബില്ലടിക്കണ അവിടുത്തെ എന്താവോ തിരക്ക്. ഇവിടെ അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ വീണ്ടും ചൂട് കൂടി. അപ്പോൾ ഇതിന്ന് നമുക്കൊരു ചെറിയ ഷെയ്ക്ക് അങ്ങോട്ട് കുടിക്കാം. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ വീട്ടിൽ പോയതിന് ശേഷം അങ്ങനെ ബീഫ് വാങ്ങി വീട്ടിലെത്തി. ഇന്നത്തെ ഈ ഒരു കുക്കിംഗ് വ്ളോഗ് നമ്മുടെ വെജിറ്റേറിയൻ സുഹൃത്തുക്കൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നിങ്ങൾക്കുള്ള വേറൊരു ഐറ്റം ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണ നമ്മുടെ നോൺ വെജ് കഴിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ആയിട്ട് ബീഫ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനല്ല പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ബീഫ് ഉണ്ടാക്കാൻ മാത്രം ആ ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ബീഫ് കുക്ക് ചെയ്യുന്ന ഷെഫ് എൻ്റെ അച്ഛനാണ്, മൈ പിതാശ്രീ. അപ്പം നമ്മുടെ നെസ്റ്റോ ഒന്ന് വാങ്ങിയ ബീഫ് ഒന്ന് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ചെറിയ ഉള്ളി, പുതിന, മല്ലിയില, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞു. അതിലേക്ക് ഒരു മീഡിയം ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ നമ്മൾ 6 വിസിൽ വരണ വരെ കാത്തിരിക്കാം. കാത്തിരിക്കുന്ന സമയം ബോറടിക്കണ്ട, നമുക്ക് കുറച്ച് തേങ്ങ വെള്ളം അങ്ങോട്ട് കുടിക്കാം. കുക്കർ വിസിലടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ വിസിലടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. യൂട്യൂബിനകത്ത് ഇപ്പോൾ ഒരു പുതിയ ഫീച്ചർ ഉണ്ട്. എൻ്റെ വീഡിയോയിൽ മാത്രമല്ല, യൂട്യൂബ് വിസിൽ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വിസിൽ എന്തായാലും അടിപൊളിയായി. ഇനിയും 5 വിസിലും കൂടി വേണം, മൊത്തം 6 വിസിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛൻ വ്ളോഗിലൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ കഷ്ടപ്പെട്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിനകത്ത് പുതിയൊരു ഫീച്ചർ ഉണ്ട്. ഇംഗ്ലീഷ് ഓഡിയോ ട്രാക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിന് പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോട് കൂടി ഇംഗ്ലീഷിലുള്ള ഒരു ഓഡിയോ ട്രാക്കാണ് നിങ്ങൾക്ക് കേൾക്കുന്നതെങ്കിൽ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അത് പുതിയൊരു ഫീച്ചറാണ്. അത് മാറ്റാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നതിൻ്റെ റൈറ്റ് കോർണറിലായിട്ട് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ട്രാക്കിൻ്റെ ഓപ്ഷൻ വരും. അവിടെ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സെലക്ട് ആയി കിടക്കുന്നുണ്ടാവുക. അത് ജസ്റ്റ് മലയാളമാക്കി മാറ്റി കൊണ്ടുള്ളൂ. മലയാളം മനസ്സിലാവുന്നവർക്ക് ഈ ഒരു ഓഡിയോ ട്രാക്ക് കേട്ട് കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും. കാരണം ഭയങ്കര ബോറിംഗ് ആണത്. അപ്പോൾ മലയാളം മനസ്സിലാവാത്തവർക്ക് അത്, മലയാളം മനസ്സിലാവുന്നവർക്ക് എൻ്റെ വോയിസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കണ്ണ് മാത്രം കാണാനുണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടനും എക്സൈറ്റഡ് ആണ്. അങ്ങനെ ജൂലൈ പകുതിയായി, ഇനിയിപ്പോൾ ഓഗസ്റ്റ്. നമുക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ അറിയിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഒരു ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് വരാം. വീഡിയോ തുടങ്ങിയിട്ട് 3 മിനിറ്റിന് മേലെ. ഇപ്പോൾ ബീഫ് കൊണ്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയണം. ബീഫ് റോസ്റ്റ്. അപ്പോൾ ആ കോക്കനട്ടിൻ്റെ വെള്ളമാണ് കേട്ടോ നമ്മൾ നേരത്തെ കുടിച്ചത്. അപ്പോൾ സ്റ്റേജ് ഈസ് സെറ്റ് ഫോർ ഇറ്റ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കടായി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഓയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചൂടായി വരണം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടാമല്ലേ. ഇതൊക്കെ പിന്നെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ സവാള തൊടുന്നേ ഇല്ല കേട്ടോ. നമ്മൾ ഫുള്ള് ചെറിയുള്ളിൻ്റെ കളിയാണ്. പിന്നെ ഈ പാക്കറ്റിൽ കിട്ടുന്ന ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇല്ല, അതും നമ്മൾ റോ ഐറ്റം. പിന്നെ പച്ചമുളക്, ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ കൂട്ടത്തിലെ കേമൻ അറിയാമല്ലോ, ബീഫ് തന്നെ. ആ കുക്കറിൽ 6 വിസിലൊക്കെ കിടന്നതിന് ശേഷം വന്ന ബീഫിൻ്റെ പരുവാണിത്. 2 പിടി ഇതാണല്ലോ നമ്മുടെ സാധനം. ഇത് കുറച്ച് കോക്കനട്ടിലാവുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവില്ല. കടുക് പൊട്ടിക്കുക. കൂട്ടത്തിൽ പൊട്ടിക്കോളൂ. കുറച്ച് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെരുംജീരകം,
കടുകിനും പെരിഞ്ജീരകത്തിനും ശേഷം കുറച്ച് കരുവേപ്പിൻ്റെ ഇല അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ക്യാമറ കറക്റ്റ് സമയത്ത് ഓണായില്ല. ഒരു വ്ളോഗിനകത്ത് ഞാനൊരു ക്യാമറാമാൻ മാത്രമാണ് സുഹൃത്തുക്കളെ. ആക്ച്വലി അതൊരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ ഓക്കെ, നല്ലൊരു മണം ആ പെരിഞ്ജീരകത്തിൻ്റെ കൂടി ചേർന്നിട്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്ന് അതിലേക്ക് അങ്ങോട്ട് പിടിക്കുന്നതിന് ശേഷം നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ഏറ്റവും അവസാനം ബീഫ് ആഡ് ചെയ്യാം. ഏറ്റവും അവസാനം. ആ ആ അതെ അതെ അതെ, ഉപ്പ് വേണം. എത്ര? ഒരു ടേബിൾ സ്പൂണോ? ഒരു കാല്. സോറി, ഒരു ടീസ്പൂൺ. ഞാൻ ഈ കാര്യങ്ങളിലൊന്നും ഇത്ര വലിയ ശരിയില്ല. അതെ അതെ, ഒരു ടീസ്പൂൺ. അപ്പൊ 1/4 ടീസ്പൂൺ. ഗോൾഡൻ കളറിലേക്ക് വന്നു. അതിലേക്ക് തക്കാളി, ടൊമാറ്റോ. ഇത്ര ഒരു തക്കാളി 2 തക്കാളി ഒരെണ്ണം. കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്. നമ്മൾ മറ്റേ ഇതിന്റെ പരിപാടിയില്ല, ഇഞ്ചി ഗാർലിക് പേസ്റ്റിന്റെ ഒന്നും പരിപാടിയില്ല. അതെ. പിന്നെ ഇതിലേക്ക് ലേശം പച്ചമുളക് ചതച്ചു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് പാചകം നടത്തിയത്. അപ്പോൾ അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പൊടി, മഞ്ഞപ്പൊടി, പിന്നെന്താ മുളക് പൊടി, ഈ മസാലയിലേക്ക് മാറ്റാം. കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി. അപ്പം മീറ്റ് മസാല ആഡ് ചെയ്യുന്നു. അതിലേക്ക് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ്റെ വരവാണ്. വാവ്. അങ്ങനെ ബീഫ് കൂടി ഇട്ടതോടുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ റെഡിയായി. ഇനി അതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ചേർന്ന് സെറ്റ് ആവട്ടെ. നമ്മൾ ഇതിട്ടില്ലല്ലോ ഈ ഇല. ഓക്കെ ഓക്കെ ഓക്കെ. ആ അത് ശരിയാ. ആ അതെ, ഉപ്പ് കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഉള്ളൂ, അവിടെ ഉള്ളൂ, വേവാവുന്നേ ഉള്ളൂ. വേറെ തേങ്ങാക്കൊത്തൊക്കെ നേരിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ബീഫിനകത്ത് ഉരുളക്കിഴങ്ങ് അതുപോലെ കായൊക്കെ ഇട്ടിട്ട് ബീഫിൻ്റെ വില കളയുന്നില്ല. ഇത് പ്യുവർ ബീഫ് പെരട്ട്. വേണോ? ഞാൻ അതല്ല, ഞാൻ നാക്ക് പൊള്ളിക്കണം. ഉപ്പുണ്ട്, എരിവും ഉണ്ട്, അത്യാവശ്യം എരിവുണ്ട്. ലാസ്റ്റിലേക്ക് ഒരു ഫൈനൽ ടച്ചപ്പിനായിട്ട് കുറച്ചും കൂടെ മീറ്റ് മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. വെറുതെ ഒരു ചെറുതായിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ കുരുമുളക്, പെപ്പർ മസ്റ്റാണ്. നമ്മളൊരു 1 ടീസ്പൂൺ തന്നെ ചേർത്തിട്ടുള്ളൂ. ഓക്കെ. ബാക്കിയുള്ള ഇലകൾ കരുവേപ്പില ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ടാം. അത് നമുക്ക് പിശുക്ക് വേണ്ട. എന്നിട്ട് ഒന്നും കൂട്ടി ചിക്കൻ കറിയിലാണെങ്കിലും ബീഫിലാണെങ്കിലും മല്ലിയെല്ലാം കൂടിയും ചേർന്നാൽ അതിൻ്റെ ഒരു കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ്. കാണാൻ മാത്രമല്ല കഴിക്കാൻ. അല്ല, ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേ ആ ഒരു ചുവപ്പ് കളർ അല്ല ബ്രൗൺ കളറിൻ്റെ ഇടയിലൊരു പച്ച. ചെറുതായിട്ട് 100-400 രൂപ വരെ ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് ഏകദേശം കൂടെ കാണാൻ മാത്രമേ ഉള്ളൂ.
ഇനി എന്താ വേണ്ടതെന്ന് അറിയാമോ, ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ പുറത്തേക്ക് വരണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി വരണമെങ്കിൽ അടച്ചു വെക്കണം. അടച്ച് വെക്കണം. അതാണ് വേണ്ടത് ഫസ്റ്റ്. അത് അടച്ച് അടയ്ക്കുക. വെച്ച് നമുക്ക് വേവോളം കാക്കാമെങ്കിൽ ആറോളം കാക്കാമോ, ആവോളം കാക്കാമോ, എന്താ പറയുക, വേവോളം കാക്കാമെങ്കിൽ ആറോളം കാക്കാം. അതെ, പഴഞ്ചൊല്ലി പ്രകാരം പറഞ്ഞ പോലെ കാക്കാം. ബീഫിൻ്റെ എക്സാക്ട് ദ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊറോട്ടയാണെന്ന്. പക്ഷെ നമുക്ക് പൊറോട്ട കിട്ടിയിട്ടില്ല. അത്രയല്ല, ഇപ്പം അധികം പൊറോട്ട അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് ബ്രെഡും ബീഫും കൂട്ടി കഴിക്കാം, പിന്നെ ഒരു ചപ്പാത്തിയും. അപ്പോൾ ദ ഫസ്റ്റ് ആയിരിക്കണേ. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങാക്കൊത്ത്. ഫുള്ള് കഴിച്ചിട്ട് വരാം, എന്നിട്ട് പറയാം. സൂപ്പർ. തുടർന്ന് ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മുടെ വ്ളോഗുകൾ ഒരു കുക്കിംഗ് അല്ല, രാമായണ മാസം തുടങ്ങുന്നതിന് മുന്നേ ഇതുണ്ടൊക്കെ. അതെ, പിന്നെ പക്ക വെച്ചാണ്. അങ്ങനെ നിങ്ങളിൽ പലരും സജസ്റ്റ് ചെയ്ത പോലെ ഫുഡ് വ്ളോഗ് നമ്മൾ ഈ ഒരു കുക്കിംഗ് വ്ളോഗിലൂടെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വ്ളോഗ് എടുത്തപ്പോൾ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് കിട്ടി. അച്ഛനും ക്യാമറയിൽ മുഖം കാണിക്കാൻ കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ ഈ കോൺഫിഡൻസിൻ്റെ പുറത്ത് ഇനിയും ചെയ്യുമായിരിക്കും. പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ രാമായണ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ വെജിറ്റേറിയനായി മാറിക്കൊണ്ടിരിക്കും. വീട്ടിൽ ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ നോൺ കഴിക്കും. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ചിക്കനൊക്കെ കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല, പ്രോട്ടീൻ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ എന്തൊക്കെ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് നമുക്ക് വളരെയധികം വിലയേറിയതാണ്. സോ ചില മറ്റ് ഫുഡ് വ്ളോഗ്സൊക്കെ എൻ്റെ പ്ലാനിലുണ്ട്. ഹോട്ടലിൽ പോയിട്ടൊക്കെ കുറച്ചും കൂടി ഫുഡ് വ്ളോഗ്സ് എടുക്കാനുള്ള പ്ലാനുണ്ട്. സോ അതൊക്കെ ആയിട്ട് ഉടനെ വരാം. സോ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത്രേ പറയാനുള്ളൂ. ബൈ തൽക്കാലത്തേക്ക്. ഹാവ് എ ഗുഡ് ഡേ എവരിവൺ.